ഇതുപോലെ ഫൈറ്റ് ചെയ്ത ഒരാളില്ല. അതിജീവിത എന്ന് പറയുന്ന ആ പേര് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് ആ കുട്ടിക്കാണ്. അവർക്ക് നീതി കിട്ടാത്തത് ഇതിൽ അവരുടെ അമ്മ കരയുന്ന പോലെ തന്നെ കരയാണ് മറ്റുള്ള അമ്മമാർ. കാരണം ആ കേസിൽ ദിലീപിനെ കുറിച്ച് ഞാൻ പറയുക പോലും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ലല്ലോ ദിലീപ് അവിടെ പോയത് ചെയ്ത കാര്യം. ഇവരെന്താ വിചാരിച്ച് ഇവരിത്രയും ക്രൈം ചെയ്താൽ കേരളം ഇവരെ അങ്ങോട്ട് പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ. മഞ്ജു വാര്യരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അവർ ആ കോടതിയിൽ നിന്ന് കണ്ണീരോട് കൂടിയാണ് ഇറങ്ങിപ്പോരുന്നത്. ഒരുപക്ഷെ അതിജീവിതയേക്കാൾ കൂടുതൽ അറിയുന്നത് മഞ്ജുവിന് തന്നെയാണ്. മഞ്ജു അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ഈ കേസിൽ മനസ്സിലായല്ലോ. മഞ്ജുവിന് കാര്യം മനസ്സിലായി. ദിലീപിനെ അറസ്റ്റും ചെയ്തു. പക്ഷെ മഞ്ജു അതിൽ കാണിച്ച പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക്, ആണായാലും പെണ്ണായാലും, അത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന ബോധമാണ്. അവർക്ക് വേണ്ടിയാണ് ആ കുട്ടി ഇത്രയും ക്രൂരമായ അറ്റാക്കിന് വിധേയമാവേണ്ടി വന്നത്. നമ്മളെ ചേച്ചി എന്ന് വിളിച്ചൊരു കുട്ടിയാണ്. എന്നെ മേഡം എന്നൊന്നും വിളിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു നടപടി ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അതിനൊരു അപ്പീൽ പോവുകയെങ്കിലും ചെയ്യണ്ടേ നമുക്ക്? കരഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്. ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടാതാവുമ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും. അതിജീവിതയുടെ അഭിഭാഷക ടി ബിബിനിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ആദ്യം തന്നെ അതിജീവിത ഈ അടുത്ത് പങ്കുവച്ചൊരു പോസ്റ്റിൽ പറയുന്നുണ്ട്, നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന്. വളരെ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ മാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം തന്നെ ഈ ലോകത്ത് അതിജീവിതയ്ക്ക് വേണ്ടി നീതി കിട്ടണമെന്ന് കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇത്രയും ദിവസം, ഈ വിധി വരുന്നതിൻ്റെ തലേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലും ഒക്കെ കണ്ണീരോടെ കാത്തിരുന്ന് ആ ദിവസങ്ങളിലെല്ലാം അത് വിധി വന്നതിന് ശേഷം അതിതീവ്രമായി സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് ഉറങ്ങാതിരുന്ന എല്ലാ ലോകത്തിലെ മലയാളികൾക്കും എൻ്റെ നന്ദിയുണ്ട്. എന്നും നമ്മൾ ജയിക്കും എന്നിരുന്നില്ല, പോരാട്ടം നമ്മൾ തുടരും. അതേ നമുക്ക് കഴിയൂ. എല്ലാവരും ശാന്തരായി നമ്മൾ ആ ഫൈറ്റ് തുടരണം. ഇതാണ് ഒന്നാമത്തായി എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് സ്പെഷ്യൽ അതിജീവിത എന്ന് പറയുന്നത്? എന്നൊരാൾ അതിജീവിതം, ഞാൻ അതിജീവിതയല്ല, ഞാൻ അതിജീവിതയൊന്നുമല്ല. എനിക്ക് ആ പേര് ഉച്ചരിക്കാനും ആ പേര് പറയാനും അർഹതയുള്ളത് ആ പെൺകുട്ടിക്ക് തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ? അവർ 5 വർഷത്തെ അവരുടെ തീച്ചൂളയിലൂടെ കടന്ന് പോയി അവർ സ്വയം പ്രഖ്യാപിച്ചതാണ് ഞാൻ അതിജീവിത. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും 8-ാം തീയതിയിലത്തെ വിധി 8-ാം തീയതി ആയതുകൊണ്ട് തന്നെ ആ വിധിയിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അവർ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടല്ലോ. അപ്പം ഞാനങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിക്കും, ഇല്ല ഇങ്ങനെയൊക്കെയാണ് അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഒരിക്കലും അവൾക്ക് ആ ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കൊച്ചിനെ എനിക്ക് ഞാൻ വിളിച്ചിങ്ങനെ സംസാരിക്കും. ഇങ്ങനെ ഇന്ന തെളിവുകളുണ്ട്, അതുണ്ട് ഇതുണ്ട്, അതുകൊണ്ട് അങ്ങനെ തീരെ ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴും ഒരിക്കലും ആ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത്. വെച്ചുകഴിഞ്ഞാൽ അത്രയും, അതായത് ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. ഒരു വിക്ടിം കോടതിയിൽ മൊഴി കൊടുക്കാൻ വരുമ്പോൾ എങ്ങനെയായിരിക്കണം ആ വിക്ടിമിനോട് പെരുമാറേണ്ടത്? ഒരിക്കൽ പോലും ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, അവരുടെ അഭിമാനത്തിനെ ബാധിക്കുന്ന ഒരു വാക്കുപോലും പ്രതിഭാഗ വക്കീലന്മാരോ മറ്റു വക്കീലന്മാരോ ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ കോടതി ഇടപെടണം എന്നുള്ള കാര്യം വരുന്നു. ഇവിടെ ആ കുട്ടി പറഞ്ഞത്, പരാതിയുമായി പറഞ്ഞത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ആ കോടതിയിലെ പ്രോസിക്യൂട്ടർ പോയി ഹൈക്കോടതിയിൽ പറഞ്ഞത് ആ കുട്ടീനെ അപമാനിച്ചു എന്നോ. അപ്പോൾ ഞാൻ ചെന്നിരുന്നതിന് ശേഷം, ഞാൻ ഈ കേസിൽ ചെന്നിരുന്നതിന് ശേഷം ജഡ്ജി ഒരിക്കൽ പോലും അങ്ങനെ എഴുതാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അങ്ങനെയൊക്കെ എല്ലാം എഴുതിയെടുക്കുക മാത്രമല്ല എല്ലാം വായിക്കും അവസാനം. അങ്ങനെ വായിച്ചു കൊടുത്താണ് സാക്ഷികളൊക്കെ പറഞ്ഞത്. തർക്കങ്ങൾ ഒരുപാട് ഉന്നയിക്കും, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളൊക്കെ ഉന്നയിക്കും. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തെളിവുകൾ കോൺസ്പിറസിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120B രണ്ട് വ്യക്തികൾ തമ്മിൽ കോൺസ്പിറസി നടത്തുമ്പോൾ അത് രഹസ്യമായി നടത്തുന്നതായിരിക്കും. അതിൽ തെളിവുകൾ പോലീസിനൊക്കെ പ്രതി പറഞ്ഞില്ലെങ്കിൽ, ഇതിൽ ആദ്യഘട്ടത്തിൽ പ്രതി ഒന്നും പറഞ്ഞില്ല, മനസ്സിലായ? ഈ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറയണത്. ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ജഡ്ജിമാർക്ക് നല്ല ക്ലാസ് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പോലീസുകാർക്ക് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചും തെളിവ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചും തെളിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എവിഡൻസ് ആക്ടിനെ കുറിച്ചൊക്കെ നല്ല ക്ലാസ്, അതായത് അഡ്വക്കേറ്റ്സ് പഠിക്കണ പോലെ തന്നെ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ കേസ് അത് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവർക്കത് ഫ്രെയിം ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർക്കാണെങ്കിലും ജഡ്ജിമാർക്കാണെങ്കിലും, അപ്പോൾ ജഡ്ജിമാർ ന്യൂലി വരുന്ന ആൾക്കാരാണ്. ചില ജഡ്ജിമാരൊക്കെ അത് നേരിട്ട് ജില്ലാ ജഡ്ജൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. മജിസ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുറേയും കൂടി അറിയാൻ പറ്റും. കാരണം അവർക്ക് ഡെയിലി വരുന്ന കേസുകൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളായിരിക്കും, ചെറിയ കേസുകളായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രൊസീജിയറെല്ലാം ഒന്നാണ്, അവർക്കത് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു നിസ്സാര ജോലിയല്ല. ഇൻവെസ്റ്റിഗേറ്റ് നടത്തുന്ന ആളുകൾക്ക് മുകളിൽ നിന്നോ താഴെയിൽ നിന്നോ സൈഡിൽ നിന്നോ ആകാശത്തു നിന്നോ തെളിവുണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായ? അവർക്ക് തെളിവുണ്ടാക്കണമെങ്കിൽ പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്ന മൊഴികൾക്കനുസരിച്ചാണ് അവർക്ക് തെളിവുണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ, തെളിവുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രതിനെയും കൊണ്ടുപോയി അവർ പറയുന്നത് തന്നെ അങ്ങനെയാണ്. പ്രതിനെ ആനയിച്ച് കൊണ്ടുപോയി തെളിവ് ശേഖരിച്ചു എന്നാണ് അത് പറയാം. ഇവിടെയും പ്രതി പറഞ്ഞതനുസരിച്ച് ആണ് ഇത് ചെയ്യണത്. അപ്പോൾ ആ കോൺസ്പിറസിയിൽ A1 ഒരിക്കൽ പോലും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഈ PW1 എന്ന് പറയുന്ന നമ്മുടെ അതിജീവിത അങ്ങനത്തെ ഒരു ഹിൻഡ് അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ആദ്യ ദിവസം തന്നെ 19-ാം തീയതി തന്നെ മഞ്ജു വാര്യർ പറയുന്നുണ്ട്. പക്ഷെ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം ഈ കൂടെ കിടന്ന ആൾക്കാരെ അപ്പനെ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇത് അറിയാമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ ഇന്നലെ ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടല്ലോ. അതിൻ്റെ കോൺസിക്വൻസസ് നന്നായി അറിഞ്ഞിട്ട് അവർ പറയണത്. അപ്പം മഞ്ജു വാര്യരെ സംബന്ധിച്ച് അതിൽ ഞാൻ ആ വിഷയത്തിൽ എനിക്ക് മഞ്ജു വാര്യരോടുള്ള റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഞ്ജു വാര്യരുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അവർ ആ കോടതിയിൽ നിന്ന് കണ്ണീരോട് കൂടിയാണ് ഇറങ്ങിപ്പോരും. നമ്മൾ ആ സീൻ ഭയങ്കരമാണ്. പക്ഷേ അന്നു മുതൽ ഈ നിമിഷം വരെ ഭർത്താവ് എന്ന നിലയിൽ ഒരു ക്വസ്റ്റ്യനും അവർ ആൻസർ ചെയ്തിട്ടില്ല. അയാളുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടും അവർ ലോകത്തോട് പറഞ്ഞിട്ടില്ല. അവരതിൽ കീപ്പപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഞാൻ പ്രണയിച്ച ഒരാൾ, മനസ്സിലായ, അയാളുടെ ഒരു ഡിഫക്റ്റും ഞാൻ ലോകത്ത് പറയില്ല എന്ന് പറയുന്നത് ഇത് എന്തൊരു മനോഹരമാണതെന്ന് എത്ര പറഞ്ഞാലും നമുക്കത് ഇതേയില്ല. സാധാരണ ഞങ്ങൾ ഫാമിലി കോർട്ടിൽ കേസ് നടത്തുമ്പോഴേ ഈ ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശത്രുക്കളാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് അറിയാം അല്ലേ. ഒരുമിച്ച് ജീവിക്കുമ്പോൾ എല്ലാ ഡിഫക്റ്റുകളും അറിയും. ഇതൊക്കെ വിളിച്ചു പറയുന്നവരാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ മഞ്ജു അതിൽ കാണിച്ച പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്ക്, ആണായാലും പെണ്ണായാലും, അത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന ബോധമാണ്. അപ്പം അങ്ങനെയുള്ളൊരു മഞ്ജു 19-ാം തീയതി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിനുശേഷം മഞ്ജു എന്താ ചെയ്ത ഈ കേസിൽ മനസ്സിലായല്ലോ, മഞ്ജുവിന് കാര്യം മനസ്സിലായി. ദിലീപിനെ അറസ്റ്റും ചെയ്തു. എല്ലാ ഫാമിലി ബന്ധങ്ങളുണ്ടായിട്ടും എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടായാലും ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? കൈയൊഴിഞ്ഞില്ല ഒരിക്കലും. എന്നിട്ട് കോടതിയിൽ വന്ന് അതിൻ്റെ അപകടങ്ങൾ ഒരുപക്ഷെ അതിജീവിതേക്കാൾ കൂടുതൽ അറിയുന്നത് മഞ്ജുവിന് തന്നെയാണ്. മഞ്ജു അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്. കോടതിയിൽ വന്ന് ഒരു മൊഴി പറഞ്ഞു 2 പ്രാവശ്യം, മനസ്സിലായോ?
ഭയങ്കരമായ തെളിവുകളാണ്. അതൊക്കെ ഞാൻ പറയാൻ പാടില്ല, അതുകൊണ്ട് പറയാതിരിക്കണതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇന്നലെയും അവരത് മിനിയാന്ന് അല്ലേ, അവരത് ആവർത്തിച്ചു. ഞാൻ എന്നും അവൾക്കൊപ്പം ഉണ്ടാവും. കാരണം അവർക്ക് വേണ്ടിയാണ് ആ കുട്ടി ഇത്രയും ക്രൂരമായ അറ്റാക്കിന് വിധേയമാവേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കും പറയാനുള്ളത് അതാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചേച്ചി എന്ന് വിളിച്ചൊരു കുട്ടിയാണ്, എൻ്റെ മേഡം എന്നൊന്നും വിളിച്ചിട്ടില്ല. മനസ്സിലായില്ല? ഞാനാണെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും ഞാൻ ഈ കേസിലില്ല. 2017 ഇതിന് ഒന്നും അത് ചാർജൊക്കെ ഫയൽ ചെയ്യുമ്പോഴൊന്നും ഞാൻ സീനിലില്ല. പക്ഷെ അന്ന് മുതൽ ഞാൻ ഈ കേസിൽ ഈ കുട്ടിയുടെ ഒപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്, നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ചർച്ചകളിലും ഞാൻ പോകും. അതവരെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് എന്നെയും കൂടിയും വെച്ചിട്ട് ഫേക്കായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അത് ഈ മൊബൈലൊക്കെ പിടിച്ച് എടുത്തപ്പോഴാണ് അത് കിട്ടിയത്. ആരൊക്കെ? സന്ധ്യ മേഡം, ഞാൻ കണ്ടിട്ട് പോലുമില്ല സന്ധ്യ മേഡത്തിനെ. പിന്നെ മാധ്യമപ്രവർത്തകരൊക്കെ എനിക്കറിയാം, നികേഷ് ആണെങ്കിലും പ്രമോദാണെങ്കിലും സ്മൃതിയൊക്കെ നമ്മളെ കൂട്ടുകാരെയൊക്കെ അല്ലേ, അവരെനിക്കറിയാം. അത്തരം ആളുകൾ വെച്ച് അവർ ഫേക്കായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? അവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ അല്ലേ? അല്ലെങ്കിൽ ഫേക്കായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട കാര്യം എന്താ? നിങ്ങളുടെ കയ്യിൽ കുഴപ്പങ്ങളില്ലെങ്കിൽ. ഈ രണ്ട് നീതിയുടെ സംബന്ധിച്ചാണ് അങ്ങ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. അതിജീവിത പറഞ്ഞ അല്ല, ആദ്യത്തെ ചോദ്യം അതായത് എന്നോട് സംസാരിച്ചിട്ടൊന്നുമല്ല അത് അവർ എഴുതിയത്. അവർ നല്ല കലാകാരി തന്നെയാണ്, അവർക്ക് ഈ ഒരു കവി മനസ്സുള്ള ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അവർ അതിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇന്നലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഒരു പരാതി ചീഫ് ജസ്റ്റിസിന് കൊടുത്തു. ഈ ജില്ലാ ജഡ്ജിക്കെതിരായിട്ട് നടക്കുന്ന ഈ സൈബർ ആക്രമണം, ഈ ജഡ്ജിനെ കുറിച്ചുള്ള മോശ പരാമർശങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവർ പറഞ്ഞത് രണ്ട് തുല്യനീതിയല്ല, രണ്ടായി കാണുമെന്ന് പറഞ്ഞതേ. അപ്പം ജുഡീഷ്യറി ഒരു ആക്ഷൻ എടുക്കുമായിരിക്കും അല്ലേ? ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായി ജുഡീഷ്യലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടും ഈ കുട്ടി നൽകിയ നിരവധി പരാതികൾ അവിടെ ഉണ്ട്. ഒരു പരാതി പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം രണ്ട് നീതിയല്ലേ? രണ്ടും സ്ത്രീകളല്ലേ അല്ലേ? ഒരാൾ ജഡ്ജായി പോയി, ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നു, ഒരു ജോലി ചെയ്യുന്നു. ഇവരൊരു ജോലി ചെയ്യുന്നു, അവർ ആ ജോലി ചെയ്യുന്നു. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് രണ്ടുപേരും ഈ രാജ്യത്തെ ഒരേ തുല്യമായിട്ടുള്ള ആൾക്കാരല്ലേ. ജുഡീഷ്യറി എന്ത് ചെയ്യണം? തുല്യനീതി ഉറപ്പുവരുത്തണ്ടേ? എന്തെങ്കിലും ഒരു നടപടി ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അതിനൊരു അപ്പീൽ പോവുകയെങ്കിലും ചെയ്യണ്ടേ നമുക്ക്? ഒരു നടപടി എടുത്തിട്ടില്ല. ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞ് അവരനുഭവത്തിൽ നിന്നാണ് അവർ പറഞ്ഞത്. ഞാനുള്ള സമയത്തല്ല, ഞാനല്ല ആ കേസൊന്നും ഫയൽ ചെയ്തത്. ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ചിലവായി എന്ന് പറയുന്ന പൈസ ഉണ്ടല്ലോ, അത് ഈ കേസൊന്നും നടത്തിയിട്ടല്ല, ആ കേസ് നടത്തിയിട്ടാണ്, ജഡ്ജിനെ മാറ്റാനുള്ള കേസ് നടത്തിയിട്ടാണ്. പിന്നെ ദിലീപ് ഫയൽ ചെയ്ത പെറ്റീഷൻ ഉണ്ട് സുപ്രീം കോടതിയിൽ. ആ സുപ്രീം കോടതി പെറ്റീഷന് അതിജീവിതയ്ക്ക് വേണ്ടി വക്കീലിനെ വെച്ച് ആ വക്കീലിന് കൊടുത്താണ് ഏറ്റവും കൂടുതൽ ആശയ്ക്ക്. എത്രയോ ദിവസമാണ് ഇത് പോസ്റ്റ് ചെയ്യണത്. ആ പോസ്റ്റ് ചെയ്യണതിനൊക്കെ ഒരു വക്കീലിനെ വെക്കുന്നത് ആ വക്കീലിന് 4 ലക്ഷം 5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരികയാണ്. മനസ്സിലായ? അപ്പം അങ്ങനെ എന്തിനാണ് അതിജീവിതമാര് അങ്ങനെ പൈസ കൊടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ സെപ്പറേറ്റ് വക്കീലിനെ വെക്കേണ്ടി വരികയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. സർക്കാർ തന്നെയാണ് നടത്തേണ്ടത്. ഈ നമുക്ക് വിക്ടിം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമുക്ക് CRPCയിലുണ്ട്. അത് അപര്യാപ്തമാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ ഫൈറ്റ് ചെയ്ത് പോകേണ്ടി വരുന്ന, അതായത് അപ്പുറത്ത് നിൽക്കുന്നത് വലിയ ആളുകളാവുമ്പോൾ അവർ കോടികൾ മുടക്കി വക്കീലന്മാരെ കൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ എങ്ങനെ അതിജീവിതമാർക്ക് പറ്റും? പക്ഷെ എന്താ അതിജീവിതമാർ പോകാൻ കാരണം?
സർക്കാരിൻ്റെ പല കേസുകളിൽ ഒന്നായി ഇത് പോകും. മനസ്സിലായ? അതുകൊണ്ട് അതിൻ്റെ വിജിലൻസിന് വേണ്ടിയാണ് ഇവര് വക്കീലന്മാർ വെക്കണം. മനസ്സിലായ? അങ്ങനെയാണ് ആ കൊച്ചിന് അത്രയും പൈസ. എൻ്റെ അഭിപ്രായത്തിൽ എത്ര പൈസ ആ കുട്ടിക്ക് അങ്ങനെ ചിലവായിട്ടുണ്ടെങ്കിൽ വിക്ടിം കോമ്പൻസേഷൻ എന്ന രീതിയിലൊന്നുമല്ല, സർക്കാർ അത് കണക്കാക്കി ആ പൈസ പൊതുഖജനാവിൽ, ഞങ്ങളുടെ നികുതി പണത്തിൻ്റെ ഖജനാവിൽ നിന്നും ആ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് കേരളീയരായിട്ടുള്ള മുഴുവൻ ആളുകളും പറയാം. ലോകത്തെ ഏത് മലയാളിയാണെങ്കിലും അവരെന്നോട് പറയുന്നുണ്ട്, എത്ര രൂപ ചിലവാണെങ്കിലും എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരാം. കരഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം രണ്ട് നീതി എന്ന് പറയുന്നത് പരിപൂർണമായും ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ്, അനുഭവത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അവർക്ക് റൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു സംഘടന ഉണ്ടാക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. ഭരണഘടനാപരമായി അവർക്ക് അതൊക്കെ ചെയ്യണുണ്ട്. അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇതും അവർക്കുണ്ട്. ഡോക്ടർമാരതെല്ലാം പാടണ്ട. അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെയും പ്രൊട്ടക്ഷൻ, അവർക്ക് ധൈര്യമായിട്ട് വിധി പറയാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഇന്ത്യയിൽ ഒരു ഭരണഘടന കൊണ്ടുവന്ന് ആ ഭരണഘടനയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു പാർലമെൻറ്റിനെ നമ്മൾ അവരോധിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണം നടക്കുന്നത്, അല്ലേ? ആ നിർമ്മിത്തിൻ്റെ ഈ ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ് കോടതിക്ക് നടത്താൻ പറ്റുന്നത്. പിന്നെ അതിനെ കോടതി ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ കേസ് ലോസ് ആയിട്ട് വരുന്നു, അതൊരു പ്രീസിഡൻ്റായിട്ട് വരുന്നു, അല്ലേ? പക്ഷെ ബേസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. ഈ ഡൽഹിയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെടേണ്ടി വന്നു, പോക്സോ ആക്ട് അങ്ങനെ ഉണ്ടാവാൻ. അതുപോലെ IPC അമെൻമെൻറ്റ് വരുത്താനായിട്ട്, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലാതെ തന്നെ ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നതും റേപ്പിൽ വരുമെന്നും പറഞ്ഞുകൊണ്ടുള്ള അമെൻമെൻ്റ് ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ആ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയാണ് എന്ന് കരുതി അൺപ്രിവിലേജ്ഡ് എന്ന് അവർ കരുതുന്ന വിഭാഗത്തിന് നീതി നിഷേധിക്കാൻ പാടില്ല. ഈ മെമ്മറി കാർഡ് ഞാൻ നടത്തിയ കേസ്, തൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോണ്ടോ? ഇല്ല. ഞാൻ നടത്തിയ കേസ് ഒരു കേസേ ഞാൻ നടത്തിയുള്ളൂ അതിജീവിതയ്ക്ക് വേണ്ടി. ആക്ച്വലി 2022 അത് ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസാണ്. ഭയങ്കര കോളുകളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ജുഡീഷ്യറിക്ക് എതിരാന്ന് പറഞ്ഞ് എതിർഭാഗം വക്കീലന്മാർ. കാരണം ആ കേസിൽ ദിലീപിനെ കുറിച്ച് ഞാൻ പറയുക പോലും ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ലല്ലോ ദിലീപ് അവിടെ പോയി ഇത് ചെയ്ത കാര്യം. എന്നിട്ടും ദിലീപിൻ്റെ വക്കീൽ അതിൽ വന്ന് ഇംപ്ലീഡ് ചെയ്ത് അത് യഥാർത്ഥത്തിൽ കോടതിക്ക് വേണ്ടിയാണ് കക്ഷി ചേരുന്നത്, കോടതിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുള്ളൂ. അതിൽ അന്നും ചോദിച്ചു ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യം, ആ മെമ്മറി കാർഡ് ദ സോൾ എവിഡൻസ് ഓഫ് ദ കേസ്, അല്ലേ? ഈ വക്കീലന്മാരിലും രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു വക്കീൽ എന്ന നിലയിലും ഒരു പൗരൻ എന്ന രീതിയിലും ഏറ്റവും ഉയർന്ന ബോധം ഉണ്ടായതുകൊണ്ട് ആലുവയിൽ സുനീല വക്കീലായിരുന്ന പൗലോ സാറ് ആ മെമ്മറി കാർഡ് മുഴുവൻ അടങ്ങുന്ന ആ കാര്യങ്ങൾ, ഈ കേസ് ഇങ്ങനത്തെ ഒരു കേസിലാണ് അയാൾ പെട്ടിട്ട് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്തു. അതർവൈസ് അദ്ദേഹം പ്രതിയാവും. മനസ്സിലായില്ലേ? ആ സറണ്ടർ ചെയ്ത സാധനങ്ങളിൽ നിന്നാണ് ഈ മെമ്മറി കാർഡ് നമുക്ക് കിട്ടുന്നത്. സുനി ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇൻ്റർവ്യൂ ജഡ്ജി കേട്ട് കാണൂലേ, ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം എവിഡൻസിലെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്നത് സെക്കൻഡറി ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആ മെമ്മറി കാർഡിൽ നിന്നും അയാൾ 3 മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നും ഒരു മെമ്മറി കാർഡ് അയാളുടെ നിന്നും ഒരു മെമ്മറി കാർഡ് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചെന്നും ഒരു മെമ്മറി കാർഡ് പൗലോ സാറിൻ്റെ അടുത്ത് കൊടുത്തു എന്നും പറഞ്ഞു. അപ്പോൾ എത്തിക്കേണ്ട സ്ഥലം ഏത്? സെക്കൻഡ്, പൗലോ സാറിൻ്റെ അടുത്ത് കൊടുത്തത് കോടതിയിൽ വന്നു. ആ മെമ്മറി കാർഡ്
അന്വേഷണ ഉദ്യോഗസ്ഥനെടുത്തു, FSLലേക്ക് പോയി. FSLൽ ഇന്ന സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് ബന്ദോബസ്തിലാക്കി ഫോറൻസിക്കിൽ തന്നെ അത് വെച്ച് സൂക്ഷിച്ചേക്കുക, സ്റ്റേറ്റ് ഫോറൻസിക്കിൽ ഒറിജിനൽ കാർഡ്. അതിൻ്റെ മിറർ ഇമേജും പെൻഡ്രൈവുമാണ്. മിറർ ഇമേജ് എടുത്ത് കോടതിയിലും പെൻഡ്രൈവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമാണ് കൊടുത്തത്. പെൻഡ്രൈവ് അലോൺ. അപ്പം ഈ മെമ്മറി കാർഡ് ആക്ച്വലി കോടതിയുടെ ചെസ്റ്റിലാണ്. ചെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറയുന്നത്, അതായത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം എന്നർത്ഥത്തിലാണ് അതിനങ്ങനെ പറയുന്നത്. അപ്പോൾ കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്ന ആ മെമ്മറി കാർഡ് ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിക്കുകയാണ്, അത് ലീക്കായി, പലരും കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഏതൊരു പത്രത്തിൽ. അന്ന് ഞാനതിലൊരു പ്രതിഷേധം നടത്തി. ആ പ്രതിഷേധം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ലീഗൽ സെൻസുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് ആണ് സോൾ എവിഡൻസ്. ഈ സോൾ എവിഡൻസ് പോയ ഈവൻ വത്സസുനിയും രക്ഷപ്പെടും. എവിഡൻസ് ഇല്ല, മനസ്സിലായി. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ഞാൻ ആ കേസിൽ അവരുടെ ആങ്ങളമാരാണ് ആ സമയത്തൊക്കെ അതിജീവിതം ഭയങ്കരമായി ഡെസ്പായിട്ടിരിക്കണം, ഇനി ഈ കേസായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. കാരണം അത് ആ മെമ്മറി കാർഡ് ലീക്കായി എന്ന് പറയുമ്പോൾ തന്നെ അവർ ആകെ തകർന്നു വരുന്നു. ഞാനും അവരുടെ ബ്രദേഴ്സും കൂടി തീരുമാനിച്ച് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ഈ കേസ് വന്നു എന്ന സമയം ഒരു ഇലക്ഷൻ ടൈമായിരുന്നു. പി ടി തോമസ് സാർ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. പി ടി തോമസ് സാർ മരിച്ച് ആ കേസ് അവിടെ ബൈ ഇലക്ഷൻ വരുന്ന സമയത്താണ്. ആ ബൈ ഇലക്ഷനിൽ ഇതേ സമയത്ത് ഈ കേസ് ആണെങ്കിലോ ചാർജ് കൊടുക്കണം എന്ന് പറഞ്ഞ തീയതി ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യം അന്വേഷിക്കാതെ ചാർജ് കൊടുത്താൽ ഈ കേസ് ഇല്ല. പിന്നെ അതുകൊണ്ട് ടൈമിൻ്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. എനിവേ ഞാൻ എന്ത് ചെയ്തു, കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എൻ്റെ ഒരു സീനിയർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കേസ് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഈ സർക്കാരിനെതിരെ അധികം കാര്യമൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടി ഞാനും കൂടി ഉൾപ്പെടുന്ന സംവിധാനമല്ലേ എന്ന് കരുതി ഞാൻ അധികം കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ സാറ് പറഞ്ഞു അങ്ങനെ കൊടുത്താൽ ആ കേസ് നിൽക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾക്ക് പൊളിറ്റിക്സൊക്കെ ഉണ്ടാവും, തിരഞ്ഞെടുപ്പാണ്. പക്ഷേ കേസ് നിൽക്കണമെങ്കിൽ, അതായത് 226 നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാബ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാബ്സ് അത് കറക്റ്റായിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞ് 2 പാരഗ്രാഫ് സാർ ചെയ്തു. ആ പാരഗ്രാഫ് ആണ് ആ കേസിൻ്റെ ബലം എന്ന് പറയണം. ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാപ്സസ് എന്നുള്ള രീതിയിൽ വന്നു, ഭയങ്കര ചർച്ചയായി. കോടതികളിൽ ഭയങ്കര ഇതായി. കോടതികളെല്ലാവരും വിചാരിച്ചു ഞാൻ ജുഡീഷ്യറിനെ എന്തോ ചെയ്യാനാണെന്ന്. എനിക്ക് ജുഡീഷ്യറി ചെയ്യേണ്ട കാര്യമില്ല, എനിക്കിത് അറിയാവുന്നൊരു ആളല്ലേ, എല്ലാവർക്കും അറിയാം ഇത് പോയാൽ ഈ കേസ് പോയിന്ന്. മനസ്സിലായ? ജഡ്ജിമാർ കേസുമായി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ തട്ടിക്കറി ജുഡീഷ്യറിക്കെതിരെ സംസാരിക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ജുഡീഷ്യറിക്ക് സംസാരിക്കില്ല. ജുഡീഷ്യറിയെ അപമാനപ്പെടുത്തുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു. മനസ്സിലായ? നമ്മുടെ ജുഡീഷ്യറിക്ക് ഒരു അപകടം പറ്റുന്ന ഒരാൾ തെറ്റായ രീതിയിൽ ചെയ്തതിൻ്റെ ഭാഗമായി ഒരു ജുഡീഷ്യറി തന്നെ ഇത്രയും അപമാനിക്കപ്പെടുമ്പോൾ നാളെ ഇത് ആരെങ്കിലും പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളിത് തിരുത്തിയില്ല എന്നൊരു ചോദ്യം വരും. ഇപ്പം നമ്മളിത് തിരുത്തിയില്ലെങ്കിൽ എന്നും ഇത് കറയായിട്ടിരിക്കും. അപ്പം നമ്മളെ വിശ്വസിച്ച് വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ എന്ത് ധൈര്യത്തിൽ ഈ ഡിജിറ്റൽ എവിഡൻസ് കോടതിയിൽ വയ്ക്കും? ഇത് മാത്രമായിരിക്കില്ലല്ലോ, പോക്സോ വിക്ടിംസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുടെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാവാം. ഇത് ഈ ആൾക്കാർ ആരാണ് പരിശോധിച്ചെന്ന് അന്ന് നമുക്ക് പിടിയില്ല. അത് പാടില്ലല്ലോ. അപ്പോൾ ജഡ്ജിമാർക്ക് ആ കാര്യം മനസ്സിലായി. അപ്പോൾ കേസ് വന്നു കോടതിയിൽ. അന്ന് ആ കേസിൽ പ്രതിയാക്കിയിട്ടില്ല ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾക്ക് അലിഗേഷൻ ഇല്ല ആ കേസിൽ. പക്ഷെ ഇദ്ദേഹം വന്ന് കക്ഷി ചേർന്ന് ഇദ്ദേഹവുമായിട്ടായി ഞങ്ങളുടെ ഫൈറ്റ്. മനസ്സിലായി? ആ കേസാണ് ഞാൻ നടത്തിയ കേസ്. അതിൽ
പിന്നെ കൂടാതെ അപ്പോൾ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്നു ആ കേസിൽ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ബൈജു പലോസാണ്. അദ്ദേഹം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. കാരണം അദ്ദേഹം ഫോർവേഡ് നോട്ട് വെച്ചിട്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ കോടതി തയ്യാറാവണില്ല. കുറേ നാളായി വെച്ചിട്ട് ഇതുവരെ തയ്യാറാവണില്ല. അത് പോയി വരാതെ അന്വേഷണോട്ട് മുന്നോട്ട് പോകുമില്ല ഈ നിലയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ കോടതിയിൽ എൻ്റെ കേസ് ഫയൽ ചെയ്തപ്പോൾ കൗസർ സാറായിരുന്നു. അപ്പോൾ ഇതിൽ ചെറിയ ആരോപണം കൗസർ സാറിനെതിരായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു, സാർ ഇത് കേൾക്കരുത്, സാറിനെതിരെ ഒരു സാർ അപ്പം തന്നെ അത് സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് മാറ്റി. ബൈജു പൗലോസ് കൊടുത്ത കേസിൽ ഞാൻ പ്രതിയായിട്ടുണ്ടായിരുന്നു, ഈ കക്ഷി അതിജീവിതം. ആ കേസിൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇത് കേൾക്കരുത്, ഇത് സാറിനെതിരെ അലിഗേഷനെതിരുള്ളതുകൊണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, ഈ കേസ് ഞാൻ നേരത്തെ കേട്ടതാണ്, ഇതിൻ്റെ ഒരു തുടർച്ചയാണത്, ഞാൻ തന്നെയാണ് ഈ കേസ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓർഡറാണ് ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച്. അങ്ങനെ അദ്ദേഹം കേട്ട് പറഞ്ഞു, ഇനി അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സാർ എന്ത് ചെയ്തു, ഈ മെമ്മറി കാർഡ് ഒറിജിനൽ ഹാഷ് വാല്യൂ ഉള്ള മെമ്മറി കാർഡ് FSL നിന്ന് രാത്രിക്ക് രാത്രി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മാർക്ക് ചെയ്ത്, അപ്പോൾ ആ മെമ്മറി കാർഡായി. ഇതെങ്ങനെയാണ് ഇത് പുറത്തു വന്നതെന്ന് വെച്ചാൽ, ഈ മെമ്മറി കാർഡ് കാണണമെന്നും പറഞ്ഞിട്ട് 8ാം പ്രതി ഒരു പെറ്റീഷൻ കൊടുത്തു. ഇവിടെ കേരളത്തിൽ ഈ കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പോയി. അപ്പോൾ അത് എന്ത് രേഖ, എന്താണ് അത്, ഡോക്യുമെൻ്റ് ആണോ MO ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പ്രതിഭാഗത്തിന് അത് കാണാനുള്ള റൈറ്റ് ഉണ്ട്, കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇതൊരു ഡിജിറ്റൽ സെക്ഷൽ അസൾട്ട് വീഡിയോ ആയതുകൊണ്ട് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടെ ഡിഫൻസ് ഫ്രെയിം ചെയ്യാന്നുള്ള രീതിയിൽ കോടതി അതിൽ വിധി വന്നു. അതോടൊപ്പം കോടതി പറഞ്ഞു, സ്റ്റേറ്റ് FSLനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് CFSL പോവാം എന്ന് പറഞ്ഞു, സെൻട്രലിൽ. അങ്ങനെ ഇവിടെ നിന്ന് ഡയറക്ഷൻ കൊടുത്തു ഈ കോടതിക്ക് അയക്കാനായിട്ട്. അത് അയക്കാൻ വേണ്ടി സ്റ്റേറ്റ് FSL നിന്ന് ഇത് റെഡി ആക്കിയ സമയത്താണ് ഈ ഹാഷ് വാല്യൂ മാറിയത് മനസ്സിലാവുന്നത്. മനസ്സിലായേ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ കേസിൻ്റെ ട്രയൽ തുടങ്ങുക. മനസ്സിലായോ? അപ്പം നമ്മൾ അത് എവിഡൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നിട്ടാ എന്ന് പറഞ്ഞാൽ ഹാഷ് വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യാം. പക്ഷെ ആക്ച്വലി ഇത് B ആയി മാറിയിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ സെൻട്രൽ ഇതിന്ന് വരുന്നത് B എന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന A അല്ലേ? ആ ഒറ്റ കേസിൽ പൾസസുനി അടക്കം മുഴുവൻ കൾപ്രിറ്റ്സും അതിൽ നിന്ന് പോകും, വിട്ടുപോകും. ആ കേസാണ് ഞാൻ നടത്തിയത്. ആ കേസിൽ എൻ്റെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാബു അതിമനോഹരമായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കണേ. മനസ്സിലായ? ഞാൻ ജയിച്ച കേസ് അത് രാജ്യത്തിനാകെ മാതൃകയായിട്ട് സാറ് ഗൈഡ് ലൈൻസ് പറഞ്ഞു. ആ ഗൈഡ് ലൈൻസ് കേരളത്തിലടക്കം പല സുപ്രീം കോടതി ആ ഗൈഡ് ലൈൻസ് തന്നെ കൊടുത്തു. ആ ഗൈഡ് ലൈൻസ് എല്ലാ സ്റ്റേറ്റുകളിടത്തും റൂൾസാക്കാൻ പറഞ്ഞു. നമ്മുടെ സർക്കാർ റൂൾസാക്കി. അതിൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ എല്ലാ റിലീഫും അനുവദിച്ചു. എന്നിട്ട് ആ റിലീഫിൽ സാറ് ഇതേ കോടതിയോട് തന്നെ അന്വേഷണം നടത്താൻ പറഞ്ഞു. സെയിം കോടതിയോട് തന്നെ ജില്ലാ ജഡ്ജി എൻക്വയറി ഓഫീസറായിട്ട്, നോട്ട് എ ജഡ്ജി, അതിൽ എന്നെ കേൾക്കണമെന്നും പറഞ്ഞു. പക്ഷെ എന്നെ കേട്ടില്ല. എൻക്വയറി നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ 3 പ്രാവശ്യം എക്സസ് വന്നു. മനസ്സിലായേ? ഫോറൻസിക്കിൽ വന്ന റിപ്പോർട്ടിൽ 3 പ്രാവശ്യം എക്സസ് വന്നു. അത് ഒരെണ്ണം ട്രയൽ കോടതിയിൽ തന്നെ വെച്ചിട്ടായിരുന്നു, ഇതേ കോടതിയിൽ വെച്ചിട്ട്, അതും 12:30 മണിക്ക്, ഉച്ചയ്ക്ക് 12:30 മണിക്ക്. ജസ്റ്റ് എൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? കോടതിക്കല്ലേ. എന്നിട്ട് കുറേ ആളുകളുടെ പേരൊക്കെ ആ എൻക്വയറി റിപ്പോർട്ടിൽ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? ജസ്റ്റിസ് ബാബുവിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ആരെയും ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തിയാൽ, എൻക്വയറിയിൽ കണ്ടെത്തിയാൽ CRPC പ്രകാരം പോലീസിൻ്റെ സഹായത്തോടുകൂടി അന്വേഷണം നടത്തി ശിക്ഷ നടപ്പിലാക്കുന്നത് കൃത്യമല്ല ജഡ്ജ്മെൻറ്റാണ്. നടപ്പാക്കിയില്ല, ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് സാധാരണ മനുഷ്യരോട്
ആ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട്. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഓർഗനൈസ് ചെയ്തിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ഈ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്, ഇല്ലേ? ഇതാണ് അതിജീവിത പറഞ്ഞ ഈ ഡിസ്ക്രിമിനേഷൻ. തുല്യരല്ല. മനസ്സിലായ? ഒരു ജില്ലാ ജഡ്ജിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമായി. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പം എല്ലാവരും പലരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ ചോദിക്കുന്നത് അതിജീവിതയല്ലേ, ഇനി ഫോട്ടോ വെച്ചാൽ എന്താ? സുപ്രീം കോടതി ഗൈഡ് ലൈൻസ് ഉണ്ട്, അവരുടെ ഫോട്ടോ ഒന്നും വയ്ക്കാൻ പാടില്ല. ഇത് ഇനി അവര് സ്വയം അതിജീവിതയാന്നും പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അവര് വിക്ടിം, അവരെ കേസ് കഴിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ഫോട്ടോ ഒന്നും ഒരാൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എല്ലാവരും ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യണം. ഇനി ഈ ശത്രുക്കളായ ആളുകൾ ഇവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു ആർക്കറിയാം? തലവെട്ടി വയ്ക്കുവോ, മാറ്റി വയ്ക്കുവോ? അതുകൊണ്ടാണല്ലോ അത് പറയുന്നത് സുപ്രീം കോടതി ഒരിക്കലും ഈ ഇത്തരത്തിൽ ഇവരുടെ പടം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഈ കുട്ടിനെ മാത്രമല്ല, ഏത് തരത്തിലുള്ള സെക്ഷൽ ഒഫൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരുടെയും ഫോട്ടോസ് ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായ? ചില ആളുകളുടെ തെറ്റിദ്ധാരണ വളരെ ഇതാണ്. ഇവള് അതിജീവിതയായിട്ട് പ്രഖ്യാപിച്ചു, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് കുട്ടി എന്ത് വന്നില്ല, എന്നാൽ പിന്നെ സുപ്രീം കോടതിയുടെ കാര്യം എന്താ? മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് ജുഡീഷ്യൽ ഓഫീസറുടെ പടം വെച്ചിട്ട് ചെയ്യണത്. ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ പടം വെച്ച് ആ വിധി പറഞ്ഞ ജഡ്ജിയുടെ പടം വെച്ചിട്ടും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എൻ്റെ അഭിപ്രായം അതാ. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടേ. അനുകൂലിച്ച് ധാരാളം ആളുകളുണ്ട്. ഒരു സെക്ഷൻ തന്നെ, ഒരു പൊളിറ്റിക്കൽ സെക്ഷൻ തന്നെ, മനസ്സിലായ? അവർ കംപ്ലീറ്റ് ഇത് മാത്രമല്ല ദിലീപിന്റെ ഫാൻസും ഈ ജഡ്ജിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ട്. അത് ശരിയാണോ? അപ്പോ എന്താ ഡിസ്ക്രിമിനേഷൻ അല്ലേ? അനുകൂലിച്ചെഴുതുന്നവർ ഇത്തരം തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണോ? പ്രതികൂലിക്കുന്നവരെ മാത്രമാണോ നമ്മൾ ഇത് ചെയ്യണത്? തെറ്റ് തന്നെ. എത്ര ആഴത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാവുന്ന ആഴത്തിലുള്ള ഒരു കത്താണ് ആ കുട്ടി എഴുതിയ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അവരുടെ വേദനയും ഈ നീതിന്യായ സംവിധാനത്തിനോടുള്ള അവിശ്വാസവും എന്നാലൊരു പ്രതീക്ഷയും അതിൽ അത്ര നന്നായി പറഞ്ഞിരിക്കണം. അതെ, അതിൽ കാണാൻ ഓരോ മലയാളികൾക്കും അത് വായിക്കുമ്പോൾ വളരെ ഹൃദയത്തിൽ തട്ടുന്ന തന്നെയാണ്. ഇതുപോലെ ഫൈറ്റ് ചെയ്ത ഒരാളില്ല. അതിജീവിത എന്ന് പറയുന്ന ആ പേര് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് ആ കുട്ടിയാണ്. നമ്മുടെ വീട്ടിലൊരു അംഗമല്ലേ പോലെ. അങ്ങനെ തന്നെയാണ് കേട്ടോ ലോകത്ത് മലയാളികൾ മുഴുവൻ കാണുന്നത്. എന്തോരം സ്നേഹമാണ്. അവർക്ക് നീതി കിട്ടാത്തത് ഇതിൽ അവരുടെ അമ്മ കരയുന്ന പോലെ തന്നെ കരയാണ് മറ്റുള്ള അമ്മമാര്. അവർക്ക് നീതി കിട്ടാത്തതിൽ അവര് കരയണത് പോലെ തന്നെ കരയാണ് ഈ ലോകത്തിലെ മുഴുവൻ പെൺകുട്ടികളും മാത്രല്ല അച്ഛന്മാര്. മനസ്സിലായ? യങ് ജനറേഷനിലെ ആളുകൾ എല്ലാവരും ഇവരെന്താ വിചാരിച്ച് ഇവരെത്രയും ക്രൈം ചെയ്താൽ കേരളം ഇവരെ അങ്ങോട്ട് പിന്നെ ഒരു കേസിൽ നിന്ന് ഒരു ക്രിമിനൽ എൻ്റെ മുന്നിൽ വെച്ച് ഒരാളെ കൊല ചെയ്താൽ, നമ്മുടെ രാജ്യത്തെ ഈ ക്രിമിനൽ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ മുന്നിൽ വെച്ച് ഒരാളെ കൊല ചെയ്തു എന്ന് തന്നെ വിചാരിക്കും. ഇന്ന ആളാണെന്ന് നമ്മൾ കാണുകയും ചെയ്തു. മനസ്സിലായ? സാക്ഷി പറയുമ്പോൾ സാക്ഷികൾ തമ്മിലുള്ള ചില കോൺട്രഡിക്ഷൻ ഉണ്ടായ ഈ വെട്ടിക്കൊന്ന ആള് റിലീസായി പോകും. മനസ്സിലായ? എന്ന് കരുതി ആൾ ക്രിമിനൽ അല്ലേ? അതാണ് ഈ കേസിൽ ഒരു ചെറിയ അതായത് ഒരു ജഡ്ജി നോക്കിയപ്പോൾ ഈ പറഞ്ഞ കോൺസ്പിരസി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലുള്ളത് കറക്റ്റായിട്ട് വന്നില്ല എന്ന് ആ ജഡ്ജിയുടെ വ്യൂ പറഞ്ഞു. അതുകൊണ്ട് മാത്രം തീർന്നു. കോടതികൾ ഇനിയില്ലേ? TP വധക്കേസിൽ എന്തുണ്ടായേ? ഒഴിവാക്കപ്പെട്ട 2 പ്രതികൾക്ക് കൂടി ശിക്ഷ കൊടുത്തു ഹൈക്കോടതി. സൂര്യനെല്ലി കേസിൽ എന്തുണ്ടായേ? സുപ്രീം കോടതി വരെ പോയി. അന്ന് വെറുതെ വിട്ട മുഴുവൻ പ്രതികളെയും ശിക്ഷിച്ചു അല്ലേ? എത്ര കേസുകൾ അങ്ങനെയുണ്ട്. ഇപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു താഴെ കോടതി, അതാണ് നമ്മൾ ഈ മറ്റക്രമങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകാതെ തന്നെ പിന്നെ നീതിന്യായ വ്യവസ്ഥയിൽ പാകിസ്ഥാനിലേക്ക് ഉണ്ടല്ലോ
എന്ത് ഇത്ര അവിശ്വാസം വന്നത് നീതിന്യായ വ്യവസ്ഥയോട്? മനസ്സിലായല്ലേ? ചില രാജ്യങ്ങളിൽ അങ്ങനെ വരാനുള്ള കാരണം എന്താ? ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടാതാവുമ്പോൾ ജനങ്ങൾ നിയമം കയ്യിലെടുക്കും. മനസ്സിലായില്ലേ? ജനങ്ങൾ നിയമം കയ്യിലെടുക്കാതിരിക്കാൻ ശരിയായ രീതിയിൽ ബയാസ്ഡ് അല്ലാതെ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ആർക്കാണ് നീതി വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും ജുഡീഷ്യൽ സംവിധാനത്തിന് കഴിയണം.